തിരുവനന്തപുരത്തേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ്. മനീഷ് മഹിപാൽ ചേരുന്നുണ്ട്. മനീഷ്, നേരത്തെ നമ്മൾ ഈ നേരം പുലർന്നു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ അർദ്ധരാത്രി തുടങ്ങിയ പണിമുടക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പ്രതീതി എന്താണ് അവിടെ? നമ്മൾ നിരത്തുകൾ കാണുമ്പോൾ വലിയ രീതിയിലുള്ള വാഹനങ്ങളൊന്നും ഓടുന്നില്ല. നേരത്തെ മനീഷ് തന്നെ പറഞ്ഞിരുന്നു KSRTC ബസ്സുകൾ ഓടുന്നുണ്ടായിരുന്നില്ല. കൊല്ലത്ത് നിന്ന് വന്ന ആഡിപ്പോയിൽ നിന്ന് വന്ന ഒരു KSRTC മാത്രമാണ് നമുക്കപ്പോൾ നിരത്തിൽ കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ 7 മണിയാകാറാകുമ്പോൾ എന്താണ് വിവരങ്ങൾ? ആരുമില്ല, എങ്ങനെ പോകുന്ന ഞാൻ ആലോചിക്കുന്നത്. ബസ്സുണ്ടെങ്കിൽ അങ്ങനെ കയറി പോകാറുണ്ട്. എന്താ ചെയ്യാനാണ്, ബസ് ഇങ്ങനെ എന്തിനാ സമരത്തിൽ കിടക്കുന്നൊന്നും അറിഞ്ഞില്ല. അറിഞ്ഞെങ്കിൽ ഒട്ട് വരത്തില്ലായിരുന്നു. ഇതെന്തതിൻ്റെ സമരമാണ് നടക്കുന്നത്? ദേശീയ. ഓക്കെ ഓക്കെ, അറിയത്തില്ലായിരുന്നു. ഇത്രയും ജനങ്ങൾ ഇവിടെ കിടക്കുമല്ലേ, അവരെങ്ങനെ പോണേ? വീടെത്തണ്ടേ? നിങ്ങളെല്ലാം സഹകരിച്ച് എങ്ങനെയല്ലോ അവരെയൊക്കെ വീടെത്തിക്കണ്ടേ? ഒറ്റയ്ക്കാ. എൻ്റെ കൂടെ ഒരു സാർ ഉണ്ടായിരുന്നു. അവർ ഷൂട്ടിങ് പിന്നെ ചെന്നൈയിൽ. കോട്ടയം പോലീസ് സംരക്ഷണം ഉണ്ട്, ഓടുമെന്നാണ് പറഞ്ഞത്. ആലപ്പുഴയിൽ നിന്ന് വന്നു, ഷൂട്ടിങ് ഉണ്ടായിരുന്നു. മനീഷ് മഹിപാലാണ് തിരുവനന്തപുരത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ലഭ്യമാക്കുന്നത്. അവിടെ രാവിലെ മുതൽ തന്നെ ഈ പൊതുപണിമുടക്കിൻ്റെ ഒരു പതിവ് കാഴ്ചയിൽ തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഒരു KSRTC ഡ്രൈവറുടെ പ്രതികരണത്തിലേക്ക് ബന്ധപ്പെട്ട ഒരാഴ്ച സർവീസ് പോകും. പോലീസ് സുരക്ഷ നൽകുകയാണെങ്കിൽ ഓടും എന്നുള്ള കാര്യം ചില KSRTC ഡ്രൈവർമാർ പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ പലയിടങ്ങളിലും KSRTC സർവീസും തടസ്സപ്പെട്ട നിലയുണ്ട്. പോലീസ് വാഹനത്തിലൊക്കെ യാത്രക്കാരെ ചിലയിടങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നുണ്ട് എന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഒരു 8:30-9 മണിയോടുകൂടി എന്താണ് ഈ പൊതുപണിമുടക്കിൻ്റെ പ്രതീതി എന്നുള്ള കാര്യം പൂർണ്ണമായി നമുക്ക് വ്യക്തമാകും. ഇത് രാവിലെയുള്ള കാഴ്ചകളാണ്. രാവിലെയുള്ള കാഴ്ചകളിൽ നിന്ന് പലയിടങ്ങളിലും വിവിധ നഗരങ്ങളിലെ കാഴ്ചകൾ ഞങ്ങളുടെ പ്രതിനിധികൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ചിലയിടങ്ങളിലൊക്കെ ഓട്ടോറിക്ഷകൾ ഈ ഘട്ടത്തിൽ സർവീസ് നടത്തുന്നുണ്ട്. അത് പലരും ഇന്നലെ നൈറ്റ് ഓടിയ ആളുകളൊക്കെയാണ്, നമ്മൾ പ്രതികരണങ്ങളിൽ കണ്ടവരൊക്കെ. വരും മണിക്കൂറുകളിൽ ഓട്ടോകളും KSRTC ബസ്സുകളും ഒക്കെ സർവീസ് നടത്തുമോ എന്നുള്ളതാണ്. അത് പൊതുഗതാഗതത്തെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതായിരിക്കും പൊതുപണിമുടക്കിൻ്റെ ഏറ്റവും പ്രകടമായ ചിത്രമായി നമുക്ക് മുമ്പിൽ ഉണ്ടാവുക. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പൊതുപണിമുടക്കിനോട് സഹകരിക്കണം എന്ന് ട്രേഡ് യൂണിയനുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 10 പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളാണ് ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. മനീഷ് മഹിപാൽ നമുക്കൊപ്പം തുടരുന്നുണ്ട്. മനീഷ്, ഇപ്പോഴിതാ 7 മണിയാവാൻ പോകുന്നു. തിരുവനന്തപുരം നഗരത്തിലെ കാഴ്ച എന്താണ്? പ്രതികരണങ്ങളിൽ നിന്ന് ആളുകളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ് മനീഷ്? വിജിത്ത്, ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് തിരുവനന്തപുരം നഗരത്തിൽ പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ആളുകളാണ് വലഞ്ഞിട്ടുള്ളത്. അവർ ഈ പറയുന്ന സ്വകാര്യ ബസ്സുകളെ അല്ലെങ്കിൽ KSRTC ബസ്സുകളെ ആശ്രയിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി എത്തിയവർക്ക് ഇവിടെ എത്തി. പക്ഷേ ഇവിടെ തമ്പാനൂർ ഡിപ്പോയിൽ നിന്നും ഒരു KSRTC ബസ് പോലും സർവീസ് നടത്തിയിട്ടില്ല. ഇവിടെ ഇതാ ഒരു ബസ്സുണ്ട്, സർവീസ് നടത്താൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷേ ഇതുവരെയും ആ വാഹനം എടുത്തിട്ടില്ല. അധികാരികൾ ഈ ബസ് ഓടാനുള്ള അനുമതി നൽകുകയാണെങ്കിൽ മാത്രം ഇവിടെ നിന്നും ഈ ബസ് എടുക്കുകയുള്ളൂ, സർവീസ് നടത്തുകയുള്ളൂ എന്നാണ് നിലവിൽ ഈ ബസ്സിന്റെ ഡ്രൈവർ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ ബസ്സിലേക്ക് ആളുകൾ കയറി ഇരിക്കുന്നുണ്ടെങ്കിൽ കൂടി ബസ് ഇതുവരെയും പുറപ്പെട്ടിട്ടില്ല. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. സമരാനുകൂലികൾ ഇവിടെ ഈ KSRTC ഡിപ്പോയിൽ അകത്തുകൂടി ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും ബസ്സുകൾ സർവീസ് നടത്തുകയാണെങ്കിൽ അത് തടയും എന്ന് ഇത് കൂടി അറിയിക്കുന്നുണ്ട്. റേഷനോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ചുരുക്കം ചില ഉദ്യോഗസ്ഥർ ഈ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കൂടി സർവീസുകളൊന്നും നടത്തുന്നില്ല എന്ന പ്രത്യേകത കൂടിയാണുള്ളത്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തി എങ്ങോട്ട് പോകണം എന്നറിയാതെ വലയുന്നുണ്ട്. ചേട്ടാ, എവിടെ പോനാ? അടുത്താണല്ലോ, പക്ഷെ ഇങ്ങോട്ടേക്ക് പോകല്ലേ? അങ്ങനെ ചില ആളുകൾ ദൂരെ സ്ഥലത്ത് ആലപ്പുഴയിലേക്കും ഒക്കെ തന്നെ കോട്ടയത്തേക്കൊക്കെ തന്നെ പോകാനുള്ള ആൾക്കാരുണ്ട്. എവിടെ പോനാ ചേട്ടാ? എനിക്കിവിടെ പിന്നെ കാര്യമായിട്ട് പോയാൽ കാര്യമായിട്ട് ബസ്സിൽ ഇവിടെ അല്ലെങ്കിൽ തങ്ങും, പോയില്ലെങ്കിൽ തങ്ങും. അല്ല പിന്നെ രാവിലെ വർക്ക് ചെയ്യണം, സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ. ഇപ്പം വരെ ഡ്യൂട്ടി കഴിഞ്ഞു. അതില്ലെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത നാളെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകാം, കുഴപ്പമില്ല. അവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങി പോകാമെന്ന് വിചാരിച്ചു. ഇങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ വണ്ടിയില്ല. അങ്ങനെയാണ് ഇങ്ങോട്ട് ഇറങ്ങി. ലോങ് കാണുമല്ലോ, അപ്പോൾ MC റോഡ് വഴി പോകാനുള്ള
രജിത്ത്, ഇവിടെ കൊട്ടാരക്കരയിലേക്ക് പോകാനുള്ള ഒരു ബസ്സായിരുന്നു റെഡിയായിരുന്നത്. പക്ഷേ ആ ബസ് ഇതുവരെയും പുറപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡ്രൈവറോട് തന്നെ ചോദിച്ചിട്ട് ഈ ബസ് എപ്പോൾ പുറപ്പെടും? ബസ് ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തതല്ല, നെയ്യാറ്റിൻകരയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം പോകാൻ കഴിയുന്ന സാഹചര്യമാണ്. ഫ്രണ്ടിലെല്ലാം വണ്ടി കിടപ്പുണ്ട്. അത് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോകും. ഇല്ല 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 മന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ സർവീസ് KSRTC സർവീസ് നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ജീവനക്കാരതിന് തയ്യാറായി വന്നതാണ്, സർവീസ് നടത്താനും തയ്യാറാണ്. പക്ഷേ എല്ലാവരും സർവീസ് നടത്തുന്നില്ലല്ലോ. അല്ല, അത് ചിലപ്പോൾ പണിമുടക്കിൽ പങ്കെടുത്തവരായിരിക്കും. ഞാൻ പണിമുടക്കിൽ പങ്കെടുത്തിട്ടില്ല, പങ്കെടുക്കുന്നില്ല. ഇതുപോലെ ചേട്ടനെ പോലെ എത്ര ആളുകൾ പങ്കെടുക്കുന്നില്ലായിരിക്കും? അല്ല, നെയ്യാറ്റിൻകരയിൽ ഏതാണ്ട് ഞാൻ എൻ്റെ 6:15 സർവീസ് തുടങ്ങിയത്. അതിന് മുമ്പ് തന്നെ 20 കൂടുതൽ സർവീസ് അവിടെ പോയി കഴിഞ്ഞു. അതിനുശേഷമാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ പല ഡിപ്പോയിലും തുടങ്ങിയിട്ടുണ്ടായിരിക്കും. പക്ഷേ എനിക്കറിയില്ല, നെയ്യാറ്റിൻകരയിൽ എന്തായാലും 20 കൂടുതൽ സർവീസ് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ആരംഭിച്ചത്. ഇവിടെ ഈ ബസ്സുകൾ മുന്നിൽ ഇരിക്കുന്നതിന്റെ പ്രശ്നമുള്ളൂ, അതോ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരെങ്കിലും ഇവിടെ കടത്തി വിടാത്ത പ്രശ്നമുണ്ടോ? ഇപ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് ഫ്രണ്ടിൽ വണ്ടി തടസ്സമായി നിൽക്കുന്നതാണ്. അപ്പോൾ ആ ഫ്രണ്ടിലുള്ള തടസ്സം മാറി കഴിഞ്ഞാൽ ഞാൻ സർവീസ് പോകാൻ തയ്യാറാണ്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഡിപ്പാർച്ചർ രേഖപ്പെടുത്തി വിടാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ തയ്യാറാവുകയും വേണം. തയ്യാറായിട്ടില്ല. അല്ല, അത് അറിയില്ല. ഇവിടെ ദാണ്ട് പോയിട്ടുണ്ട്, കണ്ടക്ടർ പോയിട്ടുണ്ട്, വന്നാലേ അറിയാവും. എത്ര പേരുണ്ട് ഇപ്പോൾ ബസ്സിനകത്ത് യാത്രക്കാരായിട്ട്? സീറ്റിംഗ് കപ്പാസിറ്റി കൂടുതലുണ്ട്. കണ്ടക്ടർ ഉണ്ടല്ലോ അല്ലേ? അങ്ങനെ ബസ് ഓടിക്കാൻ സന്നദ്ധരായ ചില ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ജീവനക്കാർ കൂടി ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് നിന്നാണ് ഇവിടേക്ക് എത്തിയത്. പക്ഷേ ഇവിടെ നിന്നും ബസ് പോകാനുള്ള പ്രശ്നമുണ്ട്. മുൻവശത്ത് ചില ബസ്സുകൾ കിടപ്പുണ്ട്. ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ അനുമതി കൂടി ലഭ്യമാക്കണമെന്നുള്ള ആവശ്യമുണ്ട്. ചേച്ചി എവിടെ പോകാൻ? ആര്യനാട് പുറന്തോട്. നമ്മൾക്ക് യാത്രക്കാരെങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്, ഒരു വാഹനത്തിനും ബുദ്ധിമുട്ടിക്കരുത് സമരക്കാർ. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പിന്നെ ഇവിടുന്ന് വടകരന്ന് യാത്ര ചെയ്യണ എൻ്റെ മോളുണ്ട് ആര്യനാട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് 2 പിഞ്ച് കുഞ്ഞുങ്ങളും അവർക്ക് സുഖമില്ലാഞ്ഞിട്ട് പോകുന്നതാണ്. ജോലി സ്ഥലത്തുനിന്ന് വരികയാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ ഒരുപാട് ദൂരെ നിന്ന് വന്ന് ഇവിടെ എത്തി പണിമുടക്ക് ദിവസം വലയുന്ന ഇതുപോലുള്ള ഒരുപാട് മനുഷ്യർ ഈ തലസ്ഥാന നഗരിയിൽ നമുക്ക് കാണാൻ കഴിയും. യെസ്, തിരുവനന്തപുരത്ത് നിന്നാണ് മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകുന്നത്. അവിടെ ഇപ്പോൾ നമ്മൾ കണ്ട ഒരു കാഴ്ച, നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള ഒരു KSRTC ബസ് അവിടെ എത്തിയിട്ടുണ്ട്. അത് പുറപ്പെടാൻ തന്നെ തയ്യാറായി നിൽക്കുകയാണ്. അവിടെ നിന്നുള്ള ചില നടപടിക്രമങ്ങൾ പാലിച്ചാൽ മുൻപിലുള്ള ബസ്സുകൾ മാറിയാൽ പോകുമെന്ന് തന്നെയാണ്. ആ ബസ്സിൽ അത്യാവശ്യം യാത്രക്കാരുണ്ടെന്ന് ആ ഡ്രൈവർ തന്നെ പറയുകയുണ്ടായി. അതുപോലെ കുറേ ജീവനക്കാർ, KSRTCയിലെ ജീവനക്കാർ ഇന്ന് പണിമുടക്കിൽ പങ്കെടുക്കുന്നില്ല. കാരണം ഇന്നലെ ഗതാഗത മന്ത്രി തന്നെ പറഞ്ഞിരുന്നു പണിമുടക്കിൽ KSRTC പങ്കെടുക്കുന്നില്ല എന്നുള്ള വിവരം. അതിനെ തുടർന്ന് അവരെല്ലാവരും തന്നെ പണിമുടക്കിൽ പങ്കെടുക്കാതെ വണ്ടി ഓടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ബാക്കി എല്ലായിടത്തും ഏറെക്കുറെ ഹർത്താലിന് സമാനമായ സാഹചര്യമാണ്.